ഹായ് ഓൾ, PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിൽ 2021 PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ 2020 PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 12, 6, 24, 12, 48, 24 അല്ലേ? അപ്പോൾ ഇത് 29/2021 10th ലെവൽ സ്റ്റേജ് 1 ചോദിച്ച ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഇതൊരു ഡബിൾ സീരീസ് ആണ്. അപ്പോൾ ഡബിൾ സീരീസ് ആയിട്ട് ഇതിനെ കാണാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 6, 12, 24, 48 അതൊരു സീരീസാണ്. 6, 12, 24 അത് മറ്റൊരു സീരീസാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സീരീസിൽ 12, 24, 48 അടുത്ത ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് സീരീസിൽ 6, 12, 24. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഒരു ടേമിൻ്റെ ഇരട്ടിയാണ് തൊട്ടടുത്ത ടേം. ഇവിടെ 12ൻ്റെ ഇരട്ടിയാണ് 24 അല്ലേ? 24ൻ്റെ ഇരട്ടിയാണ് 48. അതുപോലെ താഴത്തെ സീരീസിൽ 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടിയാണ് 24. അപ്പോൾ ഓരോ ടേമിൻ്റെ ഇരട്ടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ടത് 48ൻ്റെ ഇരട്ടിയാണ്. 48ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 96 അടുത്ത് വരുന്നത്. 96 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സീരീസുകൾ ഡബിൾ സീരീസ് വരുമ്പോൾ മിക്കവാർക്കും നമുക്ക് എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ട്. കാര്യം നമ്മളിങ്ങനെ 12 6 6 പിന്നെ 24 അതെങ്ങനെയെന്നൊക്കെ ഉള്ള രീതിയിൽ ആലോചിക്കും. ഇതൊരു ഡബിൾ സീരീസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അതായത് 12, 24, 48. അപ്പോൾ അടുത്തത് 96 ആണ്. അതുപോലെ ഇടയ്ക്ക് വരുന്ന സീരീസ് എന്ന് പറയുന്നത് 6, 12, 24. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? അപ്പോൾ ഇതും 10th ലെവൽ സ്റ്റേജ് 2 30/2021 സ്റ്റേജ് 2 ചോദിച്ചതാണ്. അത് വളരെ എളുപ്പമുള്ളൊരു സീരീസാണ്. മിക്കവർക്കും കാണുമ്പോൾ തന്നെ അടുത്ത ആൻസർ ഏതാണെന്ന് മനസ്സിലാവും. 2 വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എന്താ പറയുക, ഓഡ് നമ്പർ സീരീസ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏതാണ് ഇതിൽ വരുന്നത്? ഇതൊരു പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസാണ്. 2, 3, 5, 7 അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 11 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 11. ഓക്കെ ആണോ? അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രൈം നമ്പർ സീരീസാണ്. അപ്പോൾ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല ആ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2, 3, 5, 7, 11 ഏതാണ്? 31/2021 നമ്മുടെ 10th ലെവൽ പ്രിലിംസ് തന്നെയാണ്. സ്റ്റേജ് 3 ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുന്നത്തെ ചോദ്യമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് അല്ലേ? അവിടെ 2, 3, 5, 7 വരെ തന്നു. ആൻസർ 11 ആയിരുന്നു. ഇവിടെ 11 കൂടെ തന്നു. അപ്പോൾ അടുത്ത ഏതാണ്? അടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 13 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 13. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനും ഏതാണ്ട് ഒരേ ഇത് തന്നെയാണ്. ഒന്നിൽ 11 ആണ് അടുത്ത ടേം വരുന്നത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 11 തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അടുത്ത ചോദ്യം 360, 120, 30, 6 പിന്നെ അടുത്ത ടേം ഏതാണെന്ന് കൊടുത്തിട്ടില്ല. വിട്ട ഭാഗത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ്. 32/2021 ഇത് 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 4 ചോദിച്ച ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 360 അല്ലേ? 360 അത് കഴിഞ്ഞ് 120, 30, 6 അടുത്ത ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കിയേ, 360 എങ്ങനെയാണ് 120 ആവുക? 360 നിന്ന് പെട്ടെന്നാണ് 100, അതായത് വളരെ വളരെ ചെറുതാണ്. 360-നെക്കാളും കുറച്ചുകൂടെ ചെറിയ ഒരു ചേഞ്ച് ഒന്നുമല്ല, വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി
360 ഒരുപാട് ചെറുതാണ് 120. അപ്പോൾ എന്തോ അവിടെ ഒരു ഡിവിഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 120 കിട്ടുന്നത്? 360 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കിക്കേ, 120 കിട്ടും ആണല്ലോ. പക്ഷേ 120/3 ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടുമോ? ഇല്ല. 120/4 ചെയ്ത് നോക്കിക്കേ, 30 കിട്ടി. അപ്പം നമുക്ക് അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. അതായത് ഒന്ന് കൂടി ഡിവൈഡ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് 30 ആണ്. 30 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ആയിരിക്കും ചെയ്യേണ്ടത്? 5 ആയിരിക്കും അല്ലേ. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 6 വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത് എങ്ങനെ വരും? 6 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. നമ്മുടെ ആൻസർ എന്താണ്? 1 ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? നമുക്കിവിടെ വരുന്ന ആൻസർ ഏതാണ്? 1. അപ്പോൾ 360 നിന്ന് 120 ആയി. 360 നിന്ന് 120 ആവണമെങ്കിൽ 360 വലിയൊരു ചേഞ്ച് ഉണ്ട്. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള സീരീസ് ഒക്കെ വരുമ്പോൾ ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഡിവിഷൻ എടുത്തു എന്ന് ചോദിച്ചാൽ 360 ഒരുപാട് ചെറുതാണ് 120. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഡിവിഷൻ ഒരുപാട് വലുതാണെങ്കിൽ എന്തോ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്, ഒരുപാട് ചെറുതാണെങ്കിൽ അവിടെ ഒരു ഡിവിഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. 360 എന്ന് പറയുന്നത് 120ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 360 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും അല്ലേ. അപ്പോൾ ഇവർ മൾട്ടിപ്പിൾസ് ആയത്, അതായത് 120 360ൻ്റെ ഫാക്ടറാണ്. അതുപോലെ 360 എന്ന് പറയുന്നത് 120ൻ്റെ മൾട്ടിപ്പിളാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 12 × 3 ആണ് 36. അപ്പോൾ നമുക്ക് അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 360 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 120 കിട്ടും. എന്നാൽ 120 അതേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 കിട്ടത്തില്ല, 30 കിട്ടത്തില്ല അല്ലേ. 40 വരുന്നത് അവിടെ. അപ്പോൾ 120 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 വരുന്നത്. നമുക്കിവിടെ അടുത്ത് വരേണ്ട ടേം 30. അപ്പോൾ നമുക്ക് മനസ്സിലായി 120 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ടേം കൂടി പോവുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത് കിട്ടിയ 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, 6 വരും. അതാണ് നമ്മുടെ അടുത്ത ടേം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? 6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 5 8 17 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വെച്ചാണ് കൂടി പോകുന്നതെന്ന് നോക്കാം. ഇത് 41/2021 +2 ലെവലിൽ ചോദിച്ച ചോദ്യമാണ്, സ്റ്റേജ് 1. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് 5 8 17 44 അല്ലേ. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊരു കണക്ഷനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് അല്ലേ. ഇനി 8ഉം 17ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. 17ഉം 44ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? നോക്കിക്കേ, 44 - 17. 14 നിന്ന് 7 പോകുമ്പോൾ 7, 3 നിന്ന് 1 പോകുമ്പോൾ 2, 27 ആണ് അല്ലേ. അപ്പോൾ 3 9 27. ഇപ്പം നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തു. ആദ്യത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ 3ൻ്റെ കൂടെ ആ 3നെ ഒരു 3 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 9. ഇനി അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ 9നെ 3 കൊണ്ട് ഗുണിക്കുക, അതാണ് അടുത്ത ഗ്യാപ്പ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ 27നെ 3 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പോൾ 7 × 3 21, 2 ശിഷ്ടം വരും, 3 2 6 2 8. അപ്പോൾ 81 നമ്മുടെ ഗ്യാപ്പ്. ഗ്യാപ്പ് 81 ആണെങ്കിൽ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 44ൻ്റെ കൂടെ ഈ 81 ആഡ് ചെയ്താൽ മതി. 81ഉം 44ഉം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 5, ഇവിടെ 8 4 12. നമ്മുടെ ആൻസർ 125. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എന്ന് പറയുന്നത് 125 ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രത്യേക ഒരു പാറ്റേൺ ഒന്നും മനസ്സിൽ വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു സീരീസ് തന്നു കഴിഞ്ഞാൽ ആദ്യം ഡിഫറൻസ് ആണ് നോക്കുന്നത്. കാര്യം വലിയൊരു ചേഞ്ച് അവിടെ ഇല്ല, ചെറിയ ചേഞ്ചുകളാണ്. സോ അവിടെ നമ്മൾ ഡിഫറൻസ് നോക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 8ഉം 17ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. 17ഉം 44ഉം തമ്മിലുള്ള ഡിഫറൻസ് 27 ആണ്. അപ്പോൾ 3 9 27. അപ്പോൾ ഗുണിച്ചിരിക്കുകയാണ്. ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി തൊട്ട് മുമ്പിലുള്ള ഗ്യാപ്പിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും 27 × 3 ആയിരിക്കും. 27 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ആണ്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടി, തൊട്ട് മുന്നത്തെ നമ്പറും ഉണ്ട്. അപ്പോൾ ആ നമ്പറിനോട് ഈ ഗ്യാപ്പ് കൂട്ടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം കിട്ടും.
44 + 81 125. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം 0, 7, 26, 65, 124, 215. അടുത്ത ടേം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് 100/2021 LD ക്ലാർക്ക്, അതായത് എക്സ് സർവീസ്മെന് വേണ്ടി നടത്തിയ LD ക്ലാർക്ക് പരീക്ഷയിൽ നിന്നുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു സീരീസാണ്. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ മനസ്സിലാവും 0, 7, 26, 65, 124, 215. പക്ഷേ ഈ പാറ്റേണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 65 എന്ന് പറയുന്ന ടേം തെറ്റാണ്. അപ്പോൾ ഇവിടെ ഈ 65 അല്ല വരേണ്ടത്, ഇവിടെ വരേണ്ട ടേം എന്ന് പറഞ്ഞാൽ 63 ആയിരുന്നു. 63 ആയിരുന്നു. ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന്. ഇത് ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ നമ്പർ ആദ്യം 1³ -1. ഓക്കെ, 1³ -1 ആദ്യത്തെ ടേം കിട്ടി. ഇനി രണ്ടാമത്തെ ടേം നിങ്ങൾ നോക്കിയേ, 2³ -1 7. മൂന്നാമത്തതോ 3³ -1 26. 3³ എന്ന് പറഞ്ഞാൽ 27 ആണ്, അത് -1 ചെയ്യുമ്പോൾ 26. നാലാമത്തത് 4³ -1. 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. 64 -1 ചെയ്യുമ്പോൾ 63 ആണ് വരേണ്ടത്, 65 അല്ല. അപ്പോൾ ഇത് തെറ്റിപ്പോയി. ഓക്കെ, ഇനി എന്തായാലും ഈ ടേമിന് ഇതിന് ഒരു ആൻസർ PSC കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാനിത് പ്രൊസീഡ് ചെയ്യുവാണ്. അടുത്ത് നിങ്ങൾ നോക്കിക്കേ, 5³ -1. നിങ്ങൾക്കറിയാം 5³ എന്ന് പറയുന്നത് 125 ആണ്. 125ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 124 ആണല്ലോ. അടുത്തത് നോക്കിയേ, 6³ -1. 6³ എന്ന് പറയുമ്പോൾ 216 ആണ്. 216 -1 ചെയ്യുമ്പോൾ 215 വരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റായിട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7³ -1 ആണ്. 7³ എന്ന് പറഞ്ഞാൽ 343 ആണ്. 343 -1 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 342. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ നമ്പേഴ്സിൻ്റെയൊക്കെ അടുത്ത് സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബോ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ 0 നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. 7ൻ്റെ അടുത്ത് 8 ഉണ്ട്, അത് 2ൻ്റെ ക്യൂബാണ്. 26 അല്ലേ, 26ൻ്റെ അടുത്ത് ആരൊക്കെയുണ്ട്? 25 ഉണ്ട്. 25 എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ ആണ്. 27 ഉണ്ട്, 3യുടെ ക്യൂബാണ്. അതുപോലെ 64 ഉണ്ട് അല്ലേ, 64 ഉണ്ട്, അത് 4ൻ്റെ ക്യൂബും ആണ്, പിന്നെ 8ൻ്റെ സ്ക്വയറും ആണ് അല്ലേ. അതുപോലെ 124, അപ്പോൾ 125 അതിൻ്റെ അടുത്ത് 5ൻ്റെ ക്യൂബ് വരുന്നുണ്ട്, പിന്നെ 250. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവും. പക്ഷേ ഈ ഒരു ഇതിലോട്ട് എത്തണമെങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, പെട്ടെന്ന് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടത്തില്ല. നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കും, മൾട്ടിപ്പിൾസ് ആണോ എന്ന് നോക്കും, എന്താണ് ഡബിൾ സീരീസ് ആണോ, ഇതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, പലതും നമ്മൾ അവിടെ ഇരുന്ന് പയറ്റി നോക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സീരീസുകൾ മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും ചില സീരീസ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിൻ്റെ മേലെ കളയാതെ ലീവ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും കിട്ടുന്ന അത്രയും, ചിലപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ഈസി ആയിട്ടുള്ള സീരീസാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ കളയാതെ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1³ -1 ആണ്, 2³ -1. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ 4³ -1 63 ആണ് വരേണ്ടത്. ഇവിടെ അവർ 65 ആണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ് കേട്ടോ. ഇവിടെ ഒരു പക്ഷേ റോങ് ടേം, ഐഡൻറ്റിഫൈ ദ റോങ് ടേം എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയേനെ. 63 ആണ് വരേണ്ടത്, 65 അല്ല. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അവിടെ 342 ആണ്, 342 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ് 315 255 1023. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലെവൽ കൂടിയതാണ് അല്ലേ. ഡിഗ്രി ലെവൽ സ്റ്റേജ് 2 ആണ്. അതിൻ്റെ പ്രിലിമിനറി എക്സാം ആണ്. 96/221 അല്ലേ, 2021 ചോദ്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലെവൽ കുറച്ചുകൂടെ കൂടിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ സീരീസ് എഴുതാം. 3, 15, പിന്നെ ഇവിടുത്തെ ഈ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 255, 1023. ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4⁻1 - 1, 3. ഓക്കെ, അടുത്തത് 4² - 1. 4² എന്ന് പറയുമ്പോൾ നമുക്കറിയാം 16 ആണ്. 16 - 1 എത്രയാണ്? 15 ആണ്. ഇനി അടുത്ത ടേം ഈ 4³ - 1 ആണ്. 4³ എത്രയാണ്? 64 ആണ് അല്ലേ? 64 - 1 എത്രയാണ്? 63 ആണ്. 63 നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കിക്കോളൂ കറക്റ്റ് ആണോന്ന്. 4⁻4 - 1. അപ്പോൾ 4⁻4 എന്ന് പറയുമ്പോൾ 64 × 4 ആണ് അല്ലേ? 16 ശിഷ്ടമൊന്ന് 64 24 1 25 256. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 255. അപ്പോൾ ഇവിടുത്തെ ടേം കറക്റ്റാണ്. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ആദ്യത്തെ 2 എണ്ണം കറക്റ്റ് ആയപ്പോൾ മൂന്നാമത്തെ ടേം നോക്കി അത് ഓപ്ഷനിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിർത്താം. പിന്നെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 63 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതും കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നമുക്ക് 3, 15 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കും. 12 ആണ്. പിന്നെ അടുത്ത നമ്പർ ഇല്ല. പിന്നെ അടുത്ത നമ്പർ ഒരു വലിയ നമ്പറാണ്. അപ്പോൾ ഈ വലിയ നമ്പറൊക്കെ വരുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷനോ സ്ക്വയറോ ക്യൂബോ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിലോട്ട്. 255 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ടേം കണ്ടോ, 1023 ആണ്. അപ്പോൾ നമ്മൾ പല ഇതും ഓപ്ഷൻ, എന്നാൽ പോലും നമ്മൾ ഈ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെങ്കിൽ 4ൻ്റെ പവർ എടുത്ത് 1 കുറയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു ലെവലിലോട്ട് എത്താൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ കുറേ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, നാളൊരു സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ കൂടുതൽ ഇതുകൊണ്ട് ഈ PYQ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ്? 4⁻1 - 1 ആണ് ആദ്യത്തെ ടേം, 3 ആണ്. അടുത്തത് 4² അറിയാം, 16 ആണ്. 16 - 1 എന്ന് പറഞ്ഞാൽ 15 ആണ്. അടുത്തത് 4³ - 1 അല്ലേ? 4³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. 64ൽ നിന്ന് 1 കുറയ്ക്കുക, അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 6, 11, 20, 37, 70. അപ്പോൾ ഇത് 10th ലെവൽ മെയിൻ എക്സാമിനേഷന് ചോദിച്ചാണ് കേട്ടോ. 125/2021 10th ലെവൽ മെയിൻ എക്സാമിനേഷൻ. ഇത് ഏതാണ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. ഇവിടെ 6, 11, 20, 37, 70 അല്ലേ? അപ്പോൾ 6, 11, 20, 37, 70. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ 6 കിട്ടിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. 6 എന്ന് പറയുന്നത് 2² + 2 6. ഓക്കെ, അപ്പോൾ അടുത്തത് എത്ര വരും? 2³ + 3. 2³ + 3. ഓക്കെ, 2³ നമുക്കറിയാം 8 ആണ്. 8 + 3 എത്രയാണ്? 11 ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, 2⁴ പ്ലസ് എന്ത് വരും? 4 വരണം. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 4 ചെയ്യുമ്പോൾ 20 വരുന്നുണ്ട്. അടുത്തെന്താണ്? 2⁵ അല്ലേ? +5. അപ്പോൾ 2⁵ എത്ര വരും? 32. 32ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 37 കിട്ടി. അപ്പോൾ കറക്റ്റാണ്. ഇതുവരെയും ഈ സീരീസ് കറക്റ്റാണ്. അടുത്ത് എന്ത് വരും? 2⁶ + 6 വരണം. അപ്പോൾ 64. 2⁶ എന്ന് പറഞ്ഞാൽ 64 ആണ്. 64ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 70 ആണ്. അതുവരെ കിട്ടി. അപ്പോൾ അതുവരെയും ഈ ഒരു പാറ്റേൺ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും വരുന്നത്? 2�7+ 7 ആണ്. 2�6 64 ആണെങ്കിൽ 2�7 എന്താണ്? 128 ആണ് അല്ലേ? 128ൻ്റെ കൂടെ നിങ്ങൾ 7 ആഡ് ചെയ്യുക. എത്ര വരും? 135. 135. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ? ഇതും കുറച്ച് പാടുള്ളൊരു സീരീസാണ്. 6, 11 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഗ്യാപ്പ് 5 എടുക്കും. പിന്നെ അടുത്തത് 9 അല്ലേ? ഗ്യാപ്പ് എടുത്ത് പോയാലും നമുക്കൊരു ഐഡിയ കിട്ടും. ആദ്യം ഒരു ഗ്യാപ്പ് എടുത്തു, പിന്നെ അടുത്ത ഗ്യാപ്പുകളുടെ ഗ്യാപ്പ് എടുത്തു, അങ്ങനെ പോകുമ്പോഴും നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഒരു പാറ്റേൺ നമ്മൾ എന്തിൻ്റെയെങ്കിലും സ്ക്വയറോ ക്യൂബോ ഒക്കെ ആണോ അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 2² + 2 6, 2³ + 3, 2⁴ + 4,
2⁵ + 5 2⁶ + 6. ഓക്കെ, അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് 2�7 + 7 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം എന്ന് പറയുന്നത്. അപ്പോൾ 2�7 നമുക്കറിയാം 128 ആണ്. 128ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 135. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത സംഖ്യ ഏത്? 9, 20, 42, 86. ഏത് ക്വസ്റ്റ്യൻ ആണ്? 10th ലെവൽ മെയിൻസിൻ്റെ ആണ്. 126/2021. ഓക്കെ, അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇൻ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്ക് വേണ്ടി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ സീരീസ് ഒന്ന് എടുത്തെഴുതുവാണ്. 9, 20, 42, 86 ഡാഷ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സീരീസ് കുറച്ച് എളുപ്പമാണ് കേട്ടോ. നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് നമുക്ക് ഒന്നും തോന്നുന്നില്ല, എന്തെങ്കിലും ഒരു കണക്ഷൻ ഒന്നും തോന്നുന്നില്ല. അപ്പം നമ്മൾ എന്താണ്, ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ഡിഫറൻസ് എടുത്ത് നോക്കുന്നതിൽ തന്നെ ഇതിൻ്റെ പാറ്റേൺ ക്ലിയർ ആണ്. നോക്കിയാൽ 20ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11 അല്ലേ. ഇനി 20ഉം 42ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 22. 42ഉം 86ഉം തമ്മിലുള്ള ഡിഫറൻസ് 44 അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പാറ്റേൺ എന്ന്. 11 22ആയി, 22 44ആയി. അതായത് നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു, ഗ്യാപ്പ് അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അല്ലേ. ഗ്യാപ്പിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെ ഗ്യാപ്പിൻ്റെ ഇരട്ടി എടുക്കുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 44ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 88 ആയിരിക്കണം. അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് 44ൻ്റെ ഇരട്ടിയായ 88 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് പ്രീവിയസ് ടേമിനോട് കൂടി നമ്മുടെ ഗ്യാപ്പ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഗ്യാപ്പ് ആഡ് ചെയ്യുമ്പോൾ 8ഉം 6ഉം 14, ശിഷ്ടം 1, 8ഉം 8ഉം 16, 1ഉം 17. 174. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഇത് എളുപ്പമാണ്. കാര്യം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ സീരീസിൽ കിട്ടിയാലും ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്യാപ്പാണല്ലേ. അപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ നമുക്ക് കിട്ടും പാറ്റേൺ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0, 7, 26, 63, 124. ഇത് അത്ര വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താ പറയുക, ടേംസ് കാണുമ്പം തന്നെ മനസ്സിലാവും. നിങ്ങൾ ഡിഫറൻസ് ഒന്നും എടുക്കാൻ പോകത്തില്ല അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് 128/2021 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. നോക്കിക്കേ, 0, 7, 26, 63, 124. അടുത്ത് എന്തൊക്കെയോ സ്ക്വയറോ ക്യൂബോ ഒക്കെ നമുക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നോക്കിക്കേ, ആദ്യം ഇവിടെ നോക്കിയേ 0 വന്നു, 1 ക്യൂബ് മൈനസ് 1 0 അല്ലേ. 2 ക്യൂബ് മൈനസ് 1 7, 3 ക്യൂബ് മൈനസ് 1 26. കാരണം 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്, അതിൽ നിന്ന് 1 കളഞ്ഞു. അടുത്തത് 4 ക്യൂബ് മൈനസ് 1. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, 1 കുറയ്ക്കുമ്പോൾ 63 ആയി. അടുത്തത് 5 ക്യൂബ് മൈനസ് 1. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്, 1 കുറയ്ക്കുമ്പോൾ 124. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വരും? 6 ക്യൂബ് മൈനസ് 1 അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216 ആണ് അല്ലേ. 216ൽ നിന്ന് 1 കുറച്ചാൽ 215 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുക എന്നുള്ളതാണ്. ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ക്യൂബ്, ഇതിൻ്റെ അടുത്ത് ക്യൂബോ സ്ക്വയറോ ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ 26 വരുമ്പോൾ 25ഉം 27ഉം ഉണ്ട്. അപ്പോൾ സ്ക്വയർ ആണോ എടുത്തിരിക്കുന്നത്, ക്യൂബാണോ എടുത്തിരിക്കുന്നത്? ബാക്കിയുള്ള എല്ലാ ടേംസും ക്യൂബാണ്. അപ്പോൾ എന്തായാലും 26ൻ്റെ അവിടെയും ക്യൂബ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ എളുപ്പമാണ്. 0 ആയതുകൊണ്ട് തന്നെ 1 കുറച്ചു എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇത് ആദ്യത്തത് 1 ക്യൂബ് മൈനസ് 1. അങ്ങനെയാണ് നമ്മൾ -1 ഉണ്ടെന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും ക്യൂബ് എടുത്തിട്ട് 1 കുറയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 6 ക്യൂബ് മൈനസ് 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 215. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1, 2, 3, 5, 8 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇത് ഫീൽഡ് വർക്കറിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നാണ്. 134/2021.
134/2021 നോക്കാം. ഇത് ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസാണ്. വലിയ പാടൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. 1, 2, 3, 5, 8 പ്രൈം സീരീസ് ആണെന്ന് പറയാൻ പറ്റില്ല. 1ഉം 8ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രൈം സീരീസ് അല്ല. പിന്നെ നമുക്ക് എന്ത് നോക്കാം? നിങ്ങൾ നോക്കിയേ, 1 + 2 അതാണ് ഇവിടുത്തെ 3 അല്ലേ? 2 + 3 അതാണ് ഇവിടുത്തെ 5. 3 + 5 അതാണ് ഇവിടുത്തെ 8. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം ഏതാ? 5 + 8 13. 5 + 8 13. ഓപ്ഷൻ ഡി. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് ടേം 2 ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് 1 + 2 ആണ്. സം ഓഫ് തൊട്ട് മുന്നേ ഉള്ള 2 ടേം, ഓക്കെ, സം ഓഫ് പ്രിസീഡിങ് 2 ടേംസ് ആണ്. അതാണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലായി. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 1 + 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള 2 ടേമുകളുടെ സം. അപ്പോൾ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നേ ഉള്ള 2 ടേം എന്ന് പറഞ്ഞാൽ 3ഉം 2ഉം ആണ്. 2 + 3 ആണ്. ഓക്കെ, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെന്ന് പറയുന്നത് 3 + 5 ആണ് അല്ലേ? തൊട്ട് മുന്നേ ഉള്ള 2 ടേമുകളുടെ സം ആണ്. അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടേം കാണാൻ എളുപ്പമല്ലേ? തൊട്ട് മുന്നേ ഉള്ള 2 ടേമുകളെന്ന് പറഞ്ഞാൽ 5ഉം 8ഉം ആണ്. 5 + 8 അതായത് 13 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ കഴിയാണ്. 11 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. 11 ചോദ്യങ്ങളിൽ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, പാടുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സീരീസ് PYQയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സീരീസൊക്കെ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോയാൽ മതിയാവും. അപ്പോൾ സീരീസിൽ 11 ചോദ്യങ്ങളാണ് 2021 ചോദിച്ചത്. ആ 11 ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.